Dear friends, നമ്മൾ 2025 രണ്ടാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനുബന്ധ ഫാക്ട്സുകൾ നമ്മൾ പഠിച്ചു. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് VFA ബെബ്കോയിലേക്ക് ഒക്കെ നമുക്ക് നന്നായിട്ട് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് മാറ്റിയാൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കേരള ഹിസ്റ്ററി നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ടോപ്പിക്കുകൾ എടുത്തു വരുന്നുണ്ട്. അത് SCRT ഫുൾ ലെസൺസ് അടിസ്ഥാനമാക്കിയിട്ടും അതേപോലെ തന്നെ 2021 മുതൽ 2025 വരെ കേരള ഹിസ്റ്ററിയിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ്. കേരള ഹിസ്റ്ററിയിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടത് ഒരു 8-9 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. മാർക്കുകൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് താഴെ കമൻറ്റ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ ഈ വരികള്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ്. അത് ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഗാന്ധിജി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലിം അല്ലേ. നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജിയുടേതാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഏത് കൊണ്ടുവന്നിരിക്കുന്നത്? UGC അല്ലേ. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കൊണ്ടുവന്നത് ആരാണ്? യൂണിവേഴ്സിറ്റി ആണ് അല്ലെ. UGC രൂപീകരിക്കണം അല്ലെ. യൂണിവേഴ്സിറ്റി UGC രൂപീകരിക്കണം എന്നത് ഉന്നയിച്ചത് ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞതും ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. മെയിനായിട്ട് പഠിക്കാനുള്ളത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനം കൊണ്ടുവന്നതും ആരാണ്? ലക്ഷ്യം ആരായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണന്റേതായിരുന്നു. സർവകലാശാല വിദ്യാഭ്യാസം വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ചോദ്യമാണ്. സർവകലാശാല വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷ്യം ആയിരുന്നു ആരുടെ? ഡോക്ടർ രാധാകൃഷ്ണന്റേത്. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിലെ രൂപീകരിക്കണം എന്ന് പറഞ്ഞതും ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. 1948 ആണ് കേട്ടോ. രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചിട്ടാണെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സർവകലാശാല വിദ്യാഭ്യാസമാണെങ്കിൽ ലക്ഷ്മണസ്വാമി മുതലിയാർ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചിട്ടാണ്. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അതുപോലെ തന്നെ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ലക്ഷ്മണസ്വാമി മുതലിയാർ. രൂപീകരിക്കണം എന്ന് പറഞ്ഞതും ആരാണ്? ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. അതുപോലെ തന്നെ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്ന് പറഞ്ഞതും ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. ഇപ്പൊ ഡോക്ടർ DS കോത്താരിയുടെ വാക്കുകൾ നമ്മളിവിടെ ശ്രദ്ധിച്ചു. അതേപോലെ തന്നെ കോത്താരിയുടെ നമ്മൾ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് ഒരു കോട്ടിംഗ് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതാണ് 10+2+3 വിദ്യാഭ്യാസ രീതി. ഓക്കെ, ഈ മാതൃകയിലായിരിക്കണം വിദ്യാഭ്യാസം നടപ്പിലാക്കേണ്ടത് എന്ന് പറഞ്ഞത് കോത്താരിയാണ് കേട്ടോ. 1964 കോത്താരി കമ്മീഷൻ കേട്ടോ. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 ഓക്കെ ആണോ? 10+2+3 മാതൃകയില് വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. അതുപോലെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറെ കമ്മീഷൻസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. അപ്പൊ ആദ്യം പഠിച്ചത് ഗാന്ധിജിയുടെ നയീം താലിം വിദ്യാഭ്യാസ പദ്ധതി മനസ്സിലാക്കി. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 എന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിലെ UGC രൂപീകരിക്കണം എന്ന് പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനം നടത്തിയതും അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ലക്ഷ്മണസ്വാമി മുതലിയാർ 1952 സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞത് ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത്. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം എന്ന് പറഞ്ഞതും ആരാണ്? ലക്ഷ്മണസ്വാമി മുതലിയാറാണ്. ഡോക്ടർ DS കോത്താരി
1964 10+2+3 മാതൃകയിലായിരിക്കണം വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്തത്. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് പറഞ്ഞതും മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്ന് പറഞ്ഞതും ആരാണ്? ഡോക്ടർ DS കോത്താരിയാണ്. ആ കമ്മീഷനെ കുറിച്ചിട്ട് നോക്കിയാലോ. ഇനി ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. ലോകമെമ്പാടും എന്താണ് മനുഷ്യാവകാശ ദിനമായിട്ട് അതുകൊണ്ട് ഡിസംബർ 10 പിന്നീട് ആചരിച്ചു വരുന്നു. 1948 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 48 ഡിസംബർ 10-നാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. അതുകൊണ്ട് ഡിസംബർ 10 പിന്നീട് ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാമെന്ന് തീരുമാനിച്ചു. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? മെറ്റേർണിക്കിന്റെ അഭിപ്രായമാണിത്. അദ്ദേഹം ഓസ്ട്രിയൻ ഭരണാധികാരി ആയിരുന്നു. ആരാണ്? ഓസ്ട്രിയൻ ഭരണാധികാരി ആയിരുന്നു മെറ്റേർണിക്ക്. ഇനി നെപ്പോളിയനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാൻ എന്തൊക്കെയാണ്? നെപ്പോളിയനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുക. ആധുനിക ഫ്രാൻസിന്റെ ജസീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നെപ്പോളിയനെ കുറിച്ചിട്ടാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. ആധുനിക ഫ്രാൻസിന്റെ ജസീനിയൻ, ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് അറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് യൂറോപ്യൻ സൈന്യം പരാജയപ്പെടുന്നത്, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ 1815-ലാണ് വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. ഏത് യുദ്ധമാണ്? 1815 വാട്ടർലൂ യുദ്ധത്തില് എന്ത് ചെയ്യുന്നുണ്ട്? യൂറോപ്യൻ സൈന്യം നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ തന്നെ ഏത് ദ്വീപിലേക്കാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നാട് കടത്തിയ ദ്വീപ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. സെന്റ് ഹെലേന ദ്വീപിലേക്കാണ് കേട്ടോ. ഏതാണ്? സെന്റ് ഹെലേന ദ്വീപിലേക്കാണ് ഇദ്ദേഹത്തെ നാട് കടത്തുന്നത് കേട്ടോ. അതേപോലെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഒരു കോട്ടിംഗ് ആണ്, ശ്രദ്ധിക്കണം. വരും തലമുറ തന്നെ ഓർക്കുന്നത്, വരും തലമുറ തന്നെ ഓർക്കുന്നത് എങ്ങനെയായിരിക്കും? തന്നെ ഓർക്കുന്നത്, ശ്രദ്ധിക്കണേ. വരും തലമുറ തന്നെ ഓർക്കുന്നത് തന്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. കാരണം അദ്ദേഹമാണ് അല്ലെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നത് അല്ലെ. സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കർഷകരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രദ്ധിക്കാൻ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് എന്തിനാണ്? പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ടിങ് രൂപീകരിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുപോലെ തന്നെ ഗതാഗത പുരോഗതിക്കായിട്ട് നിരവധി റോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വരും തലമുറ തന്നെ ഓർക്കുന്നത് തന്റെ നിയമസംഹിതയിലൂടെ ആയിരിക്കുമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് പറയാനായിട്ട് കാരണം. അപ്പം നെപ്പോളിയന്റെ കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ റൂസോയുടെ കാര്യങ്ങൾ നമ്മൾ എന്താണ് പഠിക്കാറ്? എന്നും PSCയുടെ ചോദ്യങ്ങൾ എന്താണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് അല്ലെ. സ്വതന്ത്രമായി ജനിക്കുന്ന, നമ്മളെല്ലാവരും സ്വതന്ത്രമായിട്ടാണ് അല്ലെ ജനിക്കുന്നത്. ആ മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോയാണ്. വോൾട്ടേറെ കുറിച്ചിട്ട് നമ്മൾ എന്താ നോക്കുക? വോൾട്ടേറെ കുറിച്ചിട്ട് എന്താ പഠിക്കേണ്ടത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചുകൊണ്ട് ഈ 3 വാക്കുകൾ ശ്രദ്ധിക്കണം. യുക്തിചിന്ത, സമത്വം, അതുപോലെ തന്നെ മനുഷ്യ സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുക ചെയ്തത് ആരാണ്? വോൾട്ടേർ ആണ്.
കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കുറുളി ചേകോനാണ് കടത്തനാടൻ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാഗ്ബഡാന്റെ പ്രശസ്തമായതാണ് ഇത് ആത്മവിദ്യാസംഘം. ആരാണ്? ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദന്റേതാണ് അല്ലെ. ബൈലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. ശ്രീനാരായണ ഗുരുവിന്റേതാണ് ദൈവദശകം ആത്മോപദേശ ശതകം അല്ലെ. ദൈവദശകം ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണ്. അദ്ദേഹം SNDP സ്ഥാപിതമായിരിക്കുന്നത് 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം നടത്തുന്നത്. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത് എപ്പോഴാണ്? 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നത്. പിന്നെ അയ്യങ്കാളിയെ കുറിച്ചിട്ടാണെങ്കിലോ സാധുജന പരിപാലന സംഘം ആരുടേതാണ്? സാധുജന പരിപാലന സംഘം ആരുടേതാണ്? അയ്യങ്കാളിയുടേതാണ്. വില്ലുവണ്ടി യാത്ര നടത്തുന്നത് ആരാണ്? വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയാണ്. 1904 അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലാണ്. അതായത് 0 ഡിഗ്രി രേഖാംശ രേഖയില് 2 PM ആകുന്ന സമയത്ത് ഇന്ത്യയിലെ സമയം എത്രയാണ്? 2 PM ആകുന്ന സമയത്ത് എത്രയായിരിക്കും? അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ സമയം 5.5 മണിക്കൂർ മുമ്പിലായിരിക്കും കേട്ടോ. 5.5 മനസ്സിലാക്കണം. 5.5 മണിക്കൂർ മുമ്പിലായിരിക്കും. അപ്പൊ 2 PM എന്ന് പറയുമ്പോൾ 5.5 മണിക്കൂർ കൂടെ കൂട്ടണം അല്ലെ. 2 കഴിഞ്ഞാൽ 5.5 മണിക്കൂർ കൂട്ടിക്കുക. 5.5 മണിക്കൂർ 3, 4, 5, 6, 7 5 മണിക്കൂറായി അല്ലേ. വീണ്ടും ഒരു അരമണിക്കൂർ കൂടി കൂട്ടുക. അപ്പൊ എത്രയായി? 7:30 PM ആയിരിക്കും കേട്ടോ. 7:30 PM ആയിരിക്കും. എത്ര മണിക്കൂർ മുമ്പിലാണ്? 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇനി 12 മണിയാണെങ്കിലോ? ഇപ്പൊ ഗ്രീൻസ് സമയം ഒരു 12 മണിയാണ് എന്ന് വെക്കുക. അപ്പൊ ഇന്ത്യൻ സമയം എത്രയായിരിക്കും? ഒരു 5.5 മണിക്കൂർ കൂട്ടണം അല്ലേ. അപ്പൊ എത്ര വരും? 5.5 PM അല്ലേ. 5:30 PM വരും. 1, 2, 3, 4, 5 പിന്നെ ഒരു അരക്കൂട്ടം അല്ലേ. 5.5 PM ആയിരിക്കും കേട്ടോ. അതേപോലെ നമ്മുടെ 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 180 ഡിഗ്രി രേഖാംശ രേഖ. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഏതാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാണ് അല്ലേ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അതായത് 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോകുന്ന ഒരു കടലിടുക്കുണ്ട്. ഏതാണ് ആ കടലിടുക്ക്? ബെറിങ് കടലിടുക്കാണ് കേട്ടോ. ഏതാണ്? ബെറിങ് കടലിടുക്കാണ് കേട്ടോ. അതേപോലെ അന്താരാഷ്ട്ര കടലിടുക്കാണ് കേട്ടോ. കടലിടുക്കാണ്. അതേപോലെ ഒരു സമുദ്രം ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന ഒരു സമുദ്രമുണ്ട്. അതേതാണ്? അത് പസഫിക് സമുദ്രമാണ് കേട്ടോ. പസഫിക് സമുദ്രമാണ്. അപ്പൊ 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്കാണെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന സമുദ്രം പസഫിക് സമുദ്രമാണ്. ഓക്കെ ആണോ? എങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഇപ്പൊ നമ്മൾ 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ് 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത്? ഗ്രീനിച്ച് രേഖ അല്ലെ. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ എന്നതാണ്. 0 ഡിഗ്രി ട്ടോ. 0 ഡിഗ്രി രേഖാംശം ഏതാണ്? ഗ്രീനിച്ച് രേഖയാണ്. രണ്ടും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രീനിച്ച് രേഖയാണ് കേട്ടോ. ലോകത്ത് എവിടെയുമുള്ള അല്ലെ നമ്മുടെ ലോകത്തിലെ മുഴുവൻ എവിടെയാണെങ്കിലും ശരി സമയം കണക്കാക്കുന്നത് ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. ഗ്രീനിച്ച് രേഖയുടെ മറ്റൊരു പേരാണ് പ്രൈം മെറീഡിയൻ. പ്രൈം മെറീഡിയൻ. അപ്പൊ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇതിന്റെ ബാലൻസുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് പോകും കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇത് എക്കണോമിക് പോളിസി എല്ലാ എക്സാമിനും ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ധനനയം എപ്പോഴും പഠിച്ചിരിക്കണം. ഇതിൽ നോക്കൂ, ഈ ഓപ്ഷൻ നോക്കാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ നയമാണ് ധനനയം.
ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ധനനയത്തെ കുറിച്ചിട്ട് ഈ 3 പോയിന്റും ആദ്യം പഠിച്ചു വെക്കുക. ധനനയം നടപ്പിലാക്കുന്നത് ഏതിലൂടെയാണ്? ബജറ്റിൽ കൂടിയാണ്. പൊതുക്കടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള സർക്കാരിന്റെ നയമാണ് എന്താ ധനനയം എന്ന് പറയുന്നത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഈ ധനനയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ധനനയം നടപ്പിലാക്കുന്നത് സർക്കാരും പിന്നെ ആരാണ്? കേന്ദ്ര ബാങ്കും എന്താണ് ഇതിൽ ധനനയം നടപ്പിലാക്കാറുണ്ട്. കേന്ദ്ര ബാങ്ക് ഇപ്പൊ സർക്കാർ ധനനയം നടപ്പിലാക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ സർക്കാരിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ബാങ്ക് ധനനയം നടപ്പിലാക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ് ഈ ബാങ്കിന്റെ ധനനയങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് നമുക്കറിയാം. CRR അല്ലേ, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിനാണെങ്കിലും 10ാം തരം എക്സാമിനാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട്. CRR എന്താണ്? CRR ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് ഈ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്? CRR എന്ന് പറയുന്നത്. അതായത് എല്ലാ വാണിജ്യ ബാങ്കുകളും എന്ത് ചെയ്യും? അവർക്ക് ലഭിക്കുന്ന കുറച്ച് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും അല്ലെ. ആ ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം എവിടെ? നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണം ഏതാണ്? SBI. ഇപ്പൊ ഒരു ഉദാഹരണം പഠിക്കുകയാണെങ്കിൽ SBI എന്താണ്? ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് അല്ലെ SBI. അപ്പൊ ഇപ്പൊ നമുക്കറിയാം SBIയിലൊക്കെ ഒരുപാട് ഡെപ്പോസിറ്റുകൾ ഉണ്ട് അല്ലെ. ആ ഡെപ്പോസിറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വാണിജ്യ ബാങ്കാണ്. അപ്പൊ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് ഡെപ്പോസിറ്റുകൾ ഉണ്ട്. ആ ഡെപ്പോസിറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ ഇവർ സൂക്ഷിക്കും. SBI തന്നെ സൂക്ഷിക്കാതെ അതിന് ഒരു നിശ്ചിത പെർസെന്റേജ് എടുത്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? CRR എന്ന് പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. CRR കേട്ടോ. അത് നന്നായിട്ട് പഠിക്കണം. അത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ് SLR? അല്ലെ. SLR എന്താ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതായത് ഈ CRRന് പുറമെ ഈ CRRന് പുറമെ വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യും? ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കും. ഇത് നമ്മൾ പറഞ്ഞത് CRR ഒരു നിശ്ചിത ശതമാനം ഡെപ്പോസിറ്റ് SBIയുടെ സ്റ്റേറ്റ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നതാണ് CRR. ഇനി SLR എന്താന്ന് ചോദിച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അത് വന്നിട്ട് ഈ വാണിജ്യ ബാങ്ക് ഇപ്പൊ SBI തന്നെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ SBI തന്നെ എന്ത് ചെയ്യും? അവരിലെ ഡെപ്പോസിറ്റിലെ ഒരു നിശ്ചിത പെർസെന്റേജ് എവിടെ? ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയിൽ. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയിലും അതുപോലെ ഗോൾഡിലും എന്ത് ചെയ്യും? നിക്ഷേപിക്കുന്നു. അതിനെയാണ് SLR എന്ന് പറയുന്നത്. ഇതൊക്കെ ഗവൺമെന്റ് ഇത് ബാങ്കുകളുടെ ധനനയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് പറയാം റിപ്പോ റേറ്റ് ഉണ്ട് അല്ലെ. റിപ്പോ റേറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. RR. റിപ്പോ റേറ്റ് എന്താണ്? RR. എന്താണ് ഇത്? RR എന്താ? ഈ റിസർവ് ബാങ്ക് അല്ലെ, കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശ നിരക്കാണ് കേട്ടോ. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശ നിരക്ക്, വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശ നിരക്കാണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് RRR അല്ലെ. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും നിശ്ചിത പലിശയ്ക്ക് കടം സ്വീകരിക്കുന്ന രീതിയാണ്. RBI എന്ത് ചെയ്യും? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഉദാഹരണം മാത്രം പറയണം കേട്ടോ. വാണിജ്യ ബാങ്കായ SBIയിൽ നിന്നും അല്ലെങ്കിൽ കുറെ വാണിജ്യ ബാങ്കുകൾ ഉണ്ട് അല്ലെ. ഉദാഹരണമായിട്ട് ഒരു വാണിജ്യ ബാങ്കിന് എടുത്തുന്നല്ലോ. അപ്പൊ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം സ്വീകരിക്കുന്ന രീതി, നിശ്ചിത പലിശ നിരക്കില് കടം സ്വീകരിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ആണോ? അവിടെ നന്നായിട്ട് അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആണോ? ഇനി എന്താണ് ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്? ഒരു ബാങ്ക് റേറ്റ് ഇത്രയാണ്, ബാങ്ക് റേറ്റ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അല്ലെ. കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിന്റെ നിരക്കാണ് കേട്ടോ. റിസർവ് ബാങ്ക് എന്ത് ചെയ്യാണ്? വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും? കടം കൊടുക്കുന്ന രീതി, കടം കൊടുക്കുന്നതിന്റെ നിരക്കാണ്, കടം കൊടുക്കുന്നതിന്റെ നിരക്കിനെയാണ് എന്ത് പറയുന്നത്? ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ CRR
എന്താണെന്ന് മനസ്സിലാക്കി, SLR എന്താണെന്ന് മനസ്സിലാക്കി, റിപ്പോ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ബാങ്ക് റേറ്റ് എന്താണെന്ന് നോക്കി വെച്ചു. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത് 61 ഭേദഗതിയിലാണ് അല്ലെ. 61 ഭേദഗതി നിലവിൽ വന്ന വർഷം 1989. ഓക്കെ, 61 ഭേദഗതി ലോകസഭയിൽ അവതരിപ്പിച്ച വർഷം 1988 നിലവിൽ വന്നത് 89-ലുമാണ് കേട്ടോ. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ആരാണ്? രാജീവ് ഗാന്ധി. ഓക്കെ ആണോ? സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ല? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. ഇതിന്റെ സ്വാഭാവിക ആഴം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 24 മീറ്റർ ആണ് കേട്ടോ. 24 മീറ്റർ ആണ് ഇതിന്റെ സ്വാഭാവിക ആഴം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട് നമുക്കൊരു എന്താ പറയാ, അതിന്റെ തുടക്കം എന്ന് പറയുന്നത് 1991 കരുണാകരൻ ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത്, അധികാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? വിഴിഞ്ഞത്ത് ഒരു തുറമുഖം സ്ഥാപിക്കണം എന്നൊരു ആവശ്യം എന്ത് ചെയ്തു? പ്രാരംഭ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവും അല്ലെ. അത് 91 കരുണാകരൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു, അവിടെ കാര്യങ്ങൾ നടന്നില്ല. അന്നത്തെ തുറമുഖ മന്ത്രി ആരായിരുന്നു? MV രാഘവനായിരുന്നു കേട്ടോ. തുറമുഖം പദ്ധതിക്കൊക്കെ തുടക്കം കുറിച്ചത് അന്നത്തെ 91 കാലത്ത് കരുണാകരൻ മന്ത്രിസഭയില് തുറമുഖ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തിരുന്ന MV രാഘവനായിരുന്നു. പിന്നീട് 96 നമ്മുടെ നയനാർ ഗവൺമെന്റ് വരികയാണ്. പിന്നീട് നയനാർ ഗവൺമെന്റ് വന്നു. അദ്ദേഹം മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം നമ്മൾക്ക് വേഗം പോയിട്ട് തുറമുഖം സ്ഥാപിക്കുക എന്നുള്ളതല്ലല്ലോ അല്ലെ. അവിടെ പല കാര്യങ്ങളും നോക്കണം, പരിസ്ഥിതിയായിട്ട് നോക്കണം, പരിസ്ഥിതിക്ക് നാശമാണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കണം അല്ലെ. അങ്ങനെ 96 നയനാർ ഗവൺമെന്റ് സർക്കാർ എന്ത് ചെയ്തു? മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം തുറമുഖത്തിന്റെ സാധ്യതകളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചു. പിന്നെ അതിനുശേഷം നമ്മുടെ AK ആന്റണി ഗവൺമെന്റ് വന്നു. AK ആന്റണി ഗവൺമെന്റ് വന്നു. അവരും എന്ത് ചെയ്തു? സർക്കാരിന്റെ കരാറുകളും കേന്ദ്ര ഗവൺമെന്റിനോടുള്ള അഭ്യർത്ഥനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വീണ്ടും നടന്നു. പിന്നീട് അങ്ങനെ അതും കഴിഞ്ഞു. 2006 ചരിത്രം നോക്കൂ, വിഴിഞ്ഞം തുറമുഖം എത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് അല്ലെ. 2006 VS ഗവൺമെന്റ് അധികാരത്തിലേറി. അത് അവരെന്ത് ചെയ്തു? VS സർക്കാർ തുറമുഖത്തിന്റെ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് വീണ്ടും എന്ത് ചെയ്യുകയാണ്? അപേക്ഷ സമർപ്പിക്കുകയാണ്. പക്ഷെ സുരക്ഷാ കാരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അനുമതി നൽകാതെ കേന്ദ്രം എന്ത് ചെയ്തു? അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഓക്കെ. പിന്നെ അങ്ങനെ 2006 കഴിഞ്ഞു. 2013 വീണ്ടും എന്ത് ചെയ്തു? 2013 ഉമ്മൻചാണ്ടി സർക്കാർ വന്നു അല്ലെ. 2013 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലേറി. അങ്ങനെ അവരും എന്ത് ചെയ്തു? കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന് എന്ത് ചെയ്തു? വീണ്ടും കൊടുക്കുകയാണ്. അങ്ങനെ 2015 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദാനി ഗ്രൂപ്പ് കേട്ടോ, 2015 2015 അദാനി ഗ്രൂപ്പ് എന്ത് ചെയ്തു? അറിയാം അല്ലെ, ബിസിനസ് മാഗ്നറ്റുകളാണ് അല്ലെ. അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് 40 വർഷത്തേക്കുള്ള ഒരു കരാറ് ഒപ്പിടുകയാണ്. അങ്ങനെ കരാറിന്റെ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ 100% സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ട് അത് രൂപീകരിക്കുകയും പിന്നെ സർക്കാർ എന്ത് ചെയ്തു? ചീഫ് സെക്രട്ടറിയും ഈ പ്രൊജക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയും ഒക്കെ ചേർന്നിട്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പിന്നെ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെ എല്ലാവരുടെയും അനുമതികൾ വേണമല്ലോ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നടപടികളൊക്കെ സ്വീകരിച്ച് 2015 ഡിസംബർ മാസം 5-ാം തീയതി എന്ത് ചെയ്തു? 2015 ഡിസംബർ 5-ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു. 2019 ജൂലൈ മാസം കേരള സർക്കാർ അന്തിമ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള രേഖകളൊക്കെ സമർപ്പിക്കുകയും പിന്നീട് രേഖകളൊക്കെ ലഭിക്കുകയും ചെയ്തു. ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. എപ്പോഴാണ്
വീനം തുറമുഖം ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തത് 2025 മെയ് മാസം 2-ാം തീയതിയാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മെയ് 2-നാണ് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ നെയ്യാറ്റിൻകര താലൂക്കാണ് കേട്ടോ, തിരുവനന്തപുരം ജില്ല. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ കേരളത്തിനൊക്കെ അതൊരു ഉദാഹരണമാണ് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അസമിൽ എന്താ, തേയില അല്ലെ, അസമില് തേയിലയാണ് അല്ലെ. അതേപോലെ സൂര്യകാന്തി ഒക്കെ ഇവിടെ കർണാടകയിലാണ് അല്ലെ, സൂര്യകാന്തി കർണാടകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് ശാല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ മിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ എന്നാണ് ചോദ്യം വരുന്നത് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല ഏതാ ചോദിച്ചാൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, കർണാടക. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം, ശിലകളാൽ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഉണ്ട് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. നോക്ക്, നമ്മുടെ പുതിയ SCERT 9-ാം ക്ലാസ്സില് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ട് നോക്കൂ. ഇതൊന്ന് പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗം ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി സമുദ്രനിരപ്പിൽ നിന്നും 600 to 900 മീറ്റർ വരെ ഉയരമുള്ളതായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കടന്നു വരിക കേട്ടോ. ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഈ പേരിന് ആധാരം. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും വരുന്നത് കൊണ്ടാണ് ആ പീഠഭൂമിക്ക് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് വരാൻ കാരണം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നമുക്ക് കൂടുതൽ അടുത്തറിയാം. എന്താണ് ഈ പീഠഭൂമി എന്ന് പറയുന്നത്? എന്താണ് പീഠഭൂമി? ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ പീഠഭൂമി എന്ന് പറയുമ്പോൾ മറ്റു ചുറ്റുപാടുകളിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് പീഠഭൂമി ഉയർന്നു നിൽക്കും, പിന്നെ ഏറെക്കുറെ നിരപ്പാർന്നതുമായിരിക്കും, പിന്നെ അതിവിശാലമായിട്ടുള്ള ഉപരിതലത്തോടു കൂടിയിട്ടുള്ള ഭൂപ്രദേശങ്ങളുമാണ് പീഠഭൂമി എന്ന് പറയുന്നത്. പീഠഭൂമികളെ 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമികള്, പിന്നെ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികള്, വൻകര പീഠഭൂമികൾ എന്നിങ്ങനെയൊക്കെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമി, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി, വൻകര പീഠഭൂമികൾ എന്നൊക്കെ തിരിക്കാം. പടിഞ്ഞാറ്, ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് എന്താണ്? പശ്ചിമഘട്ടമാണ്, കിഴക്ക് പൂർവ്വഘട്ടവും. അരികുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? പശ്ചിമഘട്ടം ആണ്. എങ്കിൽ കിഴക്ക് ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് പൂർവ്വഘട്ടമാണ് അല്ലെ, പൂർവ്വഘട്ടമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന് എവിടെയാണ്? തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി? 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ആ ഉപദ്വീപീയ പീഠഭൂമിയെ 2ആയിട്ട് തരംതിരിക്കും. ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 600 മുതൽ 900 മീറ്റർ ഉയരത്തിലാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വരുന്നത് കൊണ്ടാണ് ആ പീഠഭൂമിക്ക് ഉപദ്വീപീയ
പീഠഭൂമി എന്ന് വരാൻ കാരണം ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവുമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. ഉപദ്വീപീയ പീഠഭൂമിയെ രണ്ടായി തരംതിരിക്കും, ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ളത്. ഇപ്പൊ കൊല്ലം മുതൽ ഏത് വരെ ആക്കിയിട്ടുണ്ട്? കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട് അല്ലെ? കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. ഏതാണ് ദേശീയ ജലപാത? ഏതാണ് ദേശീയ ജലപാത? NW3 ആണ് അല്ലെ? NW3 ആണ്. അടുത്ത് നടന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ഡിലീഷൻ അടക്കം ചെയ്തു അല്ലെ? മുകളിൽ പറഞ്ഞിരിക്കുന്നവയെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് PSC ഡിലീഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ആൻസർ മാർക്ക് ചെയ്യാം. NW3 ആണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ജലപാതകൾ ഏതൊക്കെയാണ്? ഒന്ന് NW3 ഇല്ലേ? ഒന്ന് നമ്മളിപ്പോ പറഞ്ഞു NW3 കൊല്ലം ടു കോഴിക്കോടാണ് കേട്ടോ. ഇപ്പൊ നീട്ടിയിട്ടുണ്ട്. കൊല്ലം കോഴിക്കോടാണ്. ഇതിൽ കോട്ടപ്പുറം തന്നെ ഇട്ടിട്ടുള്ളൂ. കോഴിക്കോട് 365 കിലോമീറ്റർ ആണ്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ജലപാത NW8 കേട്ടോ. NW8ഉം നമ്മുടെ കേരളത്തിലുള്ളതാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി എത്രയാ? 28 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് NW9 ആണ്. ആലപ്പുഴ കോട്ടയമാണ് കേട്ടോ. ആലപ്പുഴ കോട്ടയം എത്രയാ? 38 കിലോമീറ്റർ. നെക്സ്റ്റ് വൺ NW59 ആണ്. കോട്ടയം ടു വൈക്കം കേട്ടോ. കോട്ടയം ടു വൈക്കം ആണ്. അതും 28 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ 4എണ്ണമാണ് നമ്മുടെ കേരളത്തിലുള്ള ജലപാതകൾ കേട്ടോ. കേരളത്തിലുള്ള ജലപാതകള് ഓക്കെ എത്രയാണ്? 4എണ്ണമാണ്. NW3, NW8, NW9, NW59. മറക്കരുത് കേട്ടോ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഗതാഗത മാർഗമാണ് അല്ലെ ജലഗതാഗതം എന്ന് പറയുന്നത്. നമ്മുടെ കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1968 നമ്മുടെ കേരള സംസ്ഥാനത്ത് ജലഗതാഗത വകുപ്പ് നിലവിൽ വന്നത് കേട്ടോ. ഓക്കെ ആണോ? ആലപ്പുഴ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ആലപ്പുഴ ആസ്ഥാനമായിട്ടാണ് ജലഗതാഗത വകുപ്പ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾക്ക് നമ്മുടെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആലപ്പുഴ കേട്ടോ. നമ്മുടെ കേരളത്തിലെ മേജർ തുറമുഖം ഏതാ? കൊച്ചിയാണ് കേട്ടോ. കൊച്ചിയാണ്. അതേപോലെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? NW3 ആണ് കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ് കേട്ടോ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. NW5 ആണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത്. അതിൽ പുതിയ SCERT 9ാം ക്ലാസ്സിൽ നമ്മുടെ ഉത്തര മഹാസമുദ്രത്തെ കുറിച്ച് നോക്കൂ. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളായും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും അവ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇവിടുത്തെ നദീമുഖമെന്നും വിളിക്കുന്നു. കണ്ട ഉത്ഭവസ്ഥാനം മേലിൽ നിന്നും വന്ന് താഴേക്ക് കണ്ട പോഷക നദികളൊക്കെ വരുന്നു. ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. അപ്പൊ ഇവിടെ ഈ മേലിൽ നിന്നും വന്ന് അവസാദങ്ങൾ വന്ന് എവിടെ വന്ന് നിക്ഷേപിക്കും? ഇവിടെ വന്ന് നിക്ഷേപിക്കും. പിന്നെ അതൊരു എന്തായിട്ട് മാറുകയാണ്? സമതലങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ, ഹിമാലയ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര,
ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? കാവേരി, കൃഷ്ണ, മഹാനദി, ഇതൊക്കെ എന്താണ്? നർമ്മദ, താപ്തി, ഇതൊക്കെ ഉപദ്വീപീയ നദികളാണ് അല്ലെ. ഇവയൊക്കെ ഉത്ഭവിച്ച് ഒഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം ഏകദേശം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. അപ്പോ സമതലത്തിന്റെ കനം എത്രയാണ്? 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായിട്ട് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ധാന്യപ്പുര എന്നൊക്കെ അറിയപ്പെടാൻ തന്നെ കാരണം കേട്ടോ. ഓക്കെ ആണോ? സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് കേട്ടോ. 2400 കിലോമീറ്റർ നീളം. മനസ്സിലായോ? സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ എത്രയാണ്? 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു. മൊത്തം നോക്കുമ്പോൾ സിന്ധു പറയുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളാണ് അല്ലേ. അപ്പൊ സിന്ധു ടു ഗംഗ 3200 ആണെങ്കിൽ ഇന്ത്യയിൽ മാത്രം എത്രയാ? 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമായ ഈ സമതലത്തിന്റെ ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപ് പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ്. അപ്പോ അതിരുകളില് വടക്ക് ഭാഗത്ത് ഉത്തരമഹാസമതലത്തിന്റെ വടക്ക് ഭാഗത്ത് സിവാലിക് പർവ്വതനിരയും തെക്കു ഭാഗത്ത് ഉപദ്വീപ് പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ്. അതുപോലെ എത്രയാണ് വിസ്തൃതി? 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ ഉപദ്വീപ് പീഠഭൂമിയുടെ എത്ര പറഞ്ഞ? 16 അല്ലെ. ഇപ്പൊ ഉത്തരമഹാസമതലം 7 ലക്ഷമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നല്ല അനുകൂലമായിട്ട് പറയാൻ കാരണം? അവിടെ നല്ല മണ്ണ് അല്ലെ, വളക്കൂറുള്ള മണ്ണാണ്, മതിയായ ജലലഭ്യതയുണ്ട്, അനുകൂലമായ കാലാവസ്ഥയുണ്ട്, പരന്നമായ ഭൂപ്രകൃതി, ഇതൊക്കെ എന്താണ്? അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്തത്. ഇതിന്റെ ബാലൻസ് എന്ത് ചെയ്യാം? ഇതിന്റെ ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അതും അനുബന്ധ വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കൂടി പ്രതീക്ഷിക്കുകയാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബാലൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.